بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ പ്രഭാത നമസ്കാരം അഥവാ ഫജ്ർ നമസ്കാരത്തിൻ്റെ ശേഷം നാം താമസിക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതുവരെയുള്ള കാര്യങ്ങളാണ് ഒരു ദിവസത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ നമ്മൾ കഴിഞ്ഞ അവസരത്തിൽ അവസാനിപ്പിച്ചത്. തുടർന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഫജ്ർ നമസ്കാരാനന്തരം പ്രഭാതത്തിൽ തന്നെ നമ്മുടെ ഒരു പ്രഭാതം ആരംഭിക്കുന്നത് കഴിയുന്നത്ര പരിശുദ്ധ ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും പാരായണം ചെയ്തുകൊണ്ടായിരിക്കുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഒരു ദിവസത്തിൽ അല്ലാഹുവിൻ്റെ കലാം ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുക എന്നത് നാം എല്ലാവരും വളരെയേറെ സൂക്ഷ്മമായും ശ്രദ്ധയോടുകൂടിയും നിർവഹിക്കേണ്ടുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞു, പുരുഷന്മാര് നിർബന്ധ നിസ്കാരങ്ങളൊക്കെ അവർ പള്ളിയിൽ വെച്ച് നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ആ നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പും പിറകെയുമൊക്കെയുള്ള ഐച്ഛികമായ നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ പള്ളികളിൽ നിർവഹിക്കുന്നതിനേക്കാൾ പുണ്യം വീടുകളിൽ വെച്ച് നിർവഹിക്കലാണ് എന്ന്. മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഖുർആൻ പാരായണം പള്ളികളിൽ വെച്ച് മാത്രമല്ല,
നാം ഏവരും ശ്രദ്ധിക്കണം. നമ്മുടെ താമസ സ്ഥലത്ത്, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വീടുകളിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം എല്ലാ ദിവസങ്ങളിലും മുടങ്ങാതെ നടക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തജഅലു ബുയൂതകും മഖാബിറ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. മറ്റൊരു റിപ്പോർട്ടിൽ വഇന്നൽ ബൈത്തല്ലദീ തുഖറഉ ഫീഹിൽ ബഖറ ലാ യദ്ഖുലുഹു ശൈത്താൻ എന്നാണ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. എന്താണ് അതിന്റെ ആശയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കരുത്, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത്. ഇന്ന ശൈത്താന, നിശ്ചയമായും ശൈത്താൻ, യൻഫിറു, അവൻ വിരണ്ടോടുന്നതാണ്, ഓടിക്കളയുന്നതാണ്, മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന ഭവനത്തിൽ നിന്ന് അവൻ വിരണ്ടോടി പോകുന്നതാണ്. തിർമിദിയിലുള്ള റിപ്പോർട്ടിൽ വഇന്നൽ ബൈത്തല്ലദീ തുഖറഉ ഫീഹിൽ ബഖറ, അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീട് ലാ യദ്ഖുലുഹു ശൈത്താൻ, ശൈത്താൻ അവിടെ പ്രവേശിക്കുന്നതല്ല എന്നാണ് മറ്റു റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത് വീടുകൾ ഒരിക്കലും ശ്മശാനങ്ങളെ പോലെ ആക്കരുത് എന്നാണ്. എന്താണ് മഖ്ബറകളുടെ പ്രത്യേകത? മഖ്ബറകളിൽ ഖുർആനോത്തുണ്ടാവില്ല, അവിടെ ശ്മശാന മൂകത എന്നാണ് പറയാ. മൂകമായ ഒരു അന്തരീക്ഷമാണ്. അവിടെ ഇബാദത്തുകളോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ഖുർആൻ പാരായണമോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കുന്ന സ്ഥലങ്ങളല്ല. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളാക്കരുത്. നിങ്ങളുടെ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം. നമ്മുടെയൊക്കെ വീടുകളിൽ നിരന്തരമായി ഒരു ദിവസത്തിലും മുടങ്ങാതെ ആ വീട്ടിലെ അംഗങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ ശ്രദ്ധയോടുകൂടി നിർവഹിക്കാൻ കഴിയാവുന്ന ഒരു വലിയ കർമ്മമാണ് ഖുർആൻ പാരായണം നടത്തുക എന്നത്. അതാ കുടുംബത്തിലെ അംഗങ്ങളാണ് നിർവഹിക്കേണ്ടത്. ആ കുടുംബത്തിൽ, ആ വീട്ടിൽ ആരാണോ താമസിക്കുന്നത് അവര് തന്നെയാണ് അത് ചെയ്യേണ്ടത്. അത് ടേപ്പ് റെക്കോർഡറോ അതല്ലെങ്കിൽ TV ഓൺ ചെയ്ത് അതിലുള്ള പാരായണമോ ആകുമ്പോൾ സുഹൃത്തുക്കളെ, അത് ഖുർആൻ നാം പാരായണം ചെയ്തു എന്ന ഒരു പ്രതിഫലത്തിന്, ആ മഹത്വത്തിലേക്ക് അത് എത്തുകയില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം മുടങ്ങാതെ എല്ലാ ദിവസവും നടക്കണം, കുറഞ്ഞ ഭാഗമാണെങ്കിലും. എന്നാൽ ഒരു പ്രത്യേകത, സൂറത്തുൽ ബഖറ മുഴുവനുമായി പാരായണം ചെയ്യപ്പെടാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ ഫളലാണ്. കാരണം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ വിരണ്ടോടുന്നതാണ്. ഒറ്റക്കൊരാൾക്ക് മുഴുവൻ ഓതാൻ കഴിയില്ലെങ്കിൽ കുടുംബത്തിലെ മറ്റാളുകളും കൂടി ഒരുമിച്ച് അങ്ങനെ പാർട്ടുകളായിക്കൊണ്ടും സൂറത്തുൽ ബഖറ മുഴുവനായി ഓതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അത്തരത്തിലുള്ള വീടുകളിൽ ശൈത്താന് പ്രവേശനമില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി അൽ ബഖറ അല്ലാത്ത ധാരാളം സൂറത്തുകൾ ഉണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏത് പാരായണം ചെയ്യുമ്പോഴും നമ്മുടെ വീടുകളിൽ ഒരു സ്വസ്ഥമായ അന്തരീക്ഷം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഖറഅ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹ്, ആരെങ്കിലും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള 2 ആയത്തുകൾ ഒരു രാത്രിയിൽ പാരായണം ചെയ്താൽ അത് രണ്ടും അവന് മതിയാകുന്നതാണ്. അത് രണ്ടും അവന് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ രൂപത്തിലുള്ള ആപത്തുകളിൽ നിന്നും തിന്മകളിൽ നിന്നും പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് തടസ്സം നിൽക്കുന്ന, പ്രൊട്ടക്ഷൻ നൽകുന്ന, കാവൽ നൽകുന്ന 2 വചനങ്ങളാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹദീസ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്.
ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ പാരായണം ചെയ്യേണ്ടുന്ന അൽ ബഖറയിലെ 3 ആയത്തുകളിൽ ഒരായത്താണത്, 2 ആയത്തുകളാണത്. ഒന്ന്, എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്യണം. എല്ലാവർക്കും അറിയാം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആ വചനം. മറ്റൊന്ന് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തുള്ള 2 ആയത്തുകൾ, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങി വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ എന്നിടത്ത് അവസാനിക്കുന്ന 2 ആയത്തുകൾ. ഇതെങ്കിലും മിനിമം നമ്മുടെ വീടുകളിൽ ഓരോരുത്തരും പാരായണം ചെയ്യുന്നു. അതുമാത്രമല്ല, ഖുർആൻ പാരായണം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകണം. ഒരു ദിവസത്തിൽ അത് വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ ഖുർആൻ പാരായണത്തിന്റെ ആ ശബ്ദം നമ്മുടെ വീടുകളിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് വീടുകളിൽ കാണുന്ന അസ്വസ്ഥതകളുടെ കാരണങ്ങൾ, വീടുകളിൽ കാണുന്ന സമാധാനമില്ലായ്മയുടെ കാരണങ്ങൾ, വീടുകളിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുടെ കാരണങ്ങൾ, അതിനൊക്കെ പല കാരണങ്ങളും നമ്മുടെ മനസ്സുകളിലേക്ക് കയറി വരുമെങ്കിലും വാസ്തവത്തിൽ അടിസ്ഥാനം പരിശോധിച്ചു നോക്കിയാൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വീടിന്റെ സ്വസ്ഥത നിലനിർത്തുവാൻ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ട് അതിന്ന് സമുദായം കാറ്റിൽ പറത്തിയതാണ് പ്രധാനപ്പെട്ട കാരണം എന്നതിൽ ഒരു സംശയവും നമുക്കുണ്ടാകേണ്ടതില്ല. ഖുർആൻ പാരായണം എടുത്തുപോയി എന്ന് മാത്രമല്ല, ആ സ്ഥാനത്ത് സംഗീതങ്ങളാണ് നമ്മുടെ വീടുകളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സിനിമകളാണ് ഓടുന്നത്, അവിടെ സീരിയലുകളും മറ്റുള്ള നാടകങ്ങളും ആ രൂപത്തിലുള്ള കാര്യങ്ങളുമാണ് തിമർത്താടുന്നത്. വീടുകളിൽ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ശൈത്താൻ നമ്മെ തടയുകയാണ്. സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരെയും ശൈത്താൻ പിറകോട്ട് വലിക്കുന്നത്. ഖുർആൻ ഓതാൻ ഇരുന്നാൽ നമുക്ക് വല്ലാത്തൊരു ആലസ്യമാണ്, ഒരു താല്പര്യക്കുറവാണ്. അതുകൊണ്ടാണ് ഖുർആൻ പാരായണത്തിന്റെ അതിനുവേണ്ടി ഒരുങ്ങുന്നവരോട് പോലും ഖുർആൻ പറഞ്ഞത്, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നീ ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്നതായാൽ ഫസ്തഇദ് ബില്ലാഹി, നീ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. മിനശ് ശൈത്താനിർ റജീം, സർവ നന്മകളിൽ നിന്നും മാട്ടിയോടിച്ച് ദൂരത്താക്കപ്പെട്ടവനായ ശൈത്താന്റെ ശർറുകളിൽ നിന്ന് അല്ലാഹുവിനോട് നീ കാവൽ ചോദിച്ചുകൊണ്ടാണ് ഖുർആൻ പാരായണം ആരംഭിക്കേണ്ടത് എന്ന ആശയത്തിലാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് നിർദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഖുർആൻ ഓതാനിരുന്ന നമ്മുടെ മനസ്സിൽ ഒരുപാട് തിരക്കുകൾ ശൈത്താൻ തോന്നിപ്പിക്കും. ഒരുപാട് തിരക്കുണ്ട്, ധൃതിയുണ്ട്. പള്ളിയിൽ ചോദാൻ തീരുമാനിച്ചാൽ പറയും വീട്ടിൽ പോയിട്ടാവാം, വീട്ടിൽ ചെല്ലേണ്ട ആവശ്യമുണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞാലോ വീട്ടിൽ വെച്ചും നിർവഹിക്കാനാവാതെ ശൈത്താൻ നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടും. ഈ കാലഘട്ടം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്ന് എല്ലാവരുടെ കൈകളിലും നിറഞ്ഞു നിൽക്കുന്ന ഉപകരണമാണ് മൊബൈൽ എന്ന സംവിധാനം. ആ മൊബൈലിലൂടെ മണിക്കൂറുകളാണ് നമ്മളൊക്കെ ലാപ്സാക്കി കളയുന്നത്. നമ്മുടെ വിലപ്പെട്ട സമയങ്ങളാണ് നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് മൊബൈലുകളിലൂടെ നമ്മൾ അതേ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് എന്ന് പറയുന്ന സംവിധാനം വന്നതോടുകൂടി ഫേസ്ബുക്ക് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ആളുകൾ ഇറങ്ങി ഊളിയിട്ടതിലൂടെ അതേ സമുദായത്തിന്റെ മുസ്ലിമിന്റെ മനുഷ്യന്റെ സമയം എത്രത്തോളമാണ് ഒരു ദിവസത്തിൽ അത് കവർന്നെടുക്കുന്നത്. മണിക്കൂറുകൾ പോകുന്നത് അറിയുന്നില്ല. അതേ ഓരോരുത്തരും ഓരോന്നയക്കുകയാണ്. ആവശ്യമുള്ളതുമുണ്ട്, ഇല്ലാത്തതുമുണ്ട്, അനാവശ്യങ്ങളുമുണ്ട്, അശ്ലീലതകളുമുണ്ട്, തോന്നിവാസങ്ങളുമുണ്ട്, ഗീബത്തുകളുണ്ട്, പരദൂഷണങ്ങളുണ്ട്, ദുരാരോപണങ്ങളുണ്ട്, വൃത്തികേടുകളുണ്ട്. ഇതൊക്കെയും നമ്മൾ ഇങ്ങനെ കാണാൻ വിധിക്കപ്പെടുകയാണ്. കൊതിയൂറുന്ന നിലക്കുള്ള വാചകങ്ങളിലൂടെയാണ് നമ്മുടെ മെസ്സേജുകൾ നമ്മിലേക്ക് എത്തിച്ചേരുന്നത്. അതെ, ഇത് നിങ്ങൾ കാണാതെ പോയാൽ നിങ്ങളുടെ ജീവിതം നശിച്ചത് തന്നെ. അതുകൊണ്ടൊന്ന് കാണുക. ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പകുതി പോയി. അപ്പൊ പിന്നെ എന്തായാലും കാണണം. ഇത് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ രൂപത്തിൽ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഇങ്ങനെ ചെയിനായിട്ട് പോവുകയാണ്. ഒന്ന് തുറന്നു, അപ്പോഴേക്ക് ഇങ്ങനെ ഒരു 10 എണ്ണം വായിച്ചു. 10 എണ്ണം വായിച്ചപ്പോഴേക്കതാ ന്യൂ നറുടെ മുകളിൽ പിന്നെയും വരുന്നു.
അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് അതാ നിരനിരയായി ചെയിനായിട്ട് വരെയാണ്. 10 മിനിറ്റ് ഖുർആൻ ഓതാൻ ഇരുന്നപ്പോൾ 1 മിനിറ്റ് അതേ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദിക്റിനായി പള്ളിയിലിരിക്കാൻ ഇരുന്നപ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അതേ നിസ്കാര ശേഷമുള്ള ദുആകൾക്കും ദിക്റുകൾക്കും വേണ്ടി ഇരുന്നപ്പോൾ ശൈത്താൻ നമ്മുടെ മനസ്സിൽ തിരക്കുകൾ തോന്നിപ്പിച്ച അതേ ശൈത്താൻ നമ്മുടെ കയ്യിലുള്ള ഈ കൊച്ചു ഉപകരണത്തിലൂടെ മണിക്കൂറുകൾ തള്ളി നീക്കിയാലും നമുക്കത് വിഷമം സൃഷ്ടിക്കുന്നില്ല, നമ്മുടെ മനസ്സുകളിൽ ഒരു വേദനയും ഉണ്ടാക്കുന്നില്ല. സമയമതാ വളരെ ദൂർത്തടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. വേണ്ടതിന് സമയമില്ല, വേണ്ടാത്തതിന് ആളുകൾക്ക് മണിക്കൂറുകൾ ഇഷ്ടം പോലെയാണ്. ഉറ്റവരോട് സംസാരിക്കാൻ മുസ്ലിമിന്റെ ഒരു നിത്യജീവിതത്തിലെ ഒരു ദിവസത്തിൽ നിന്ന് സമയമില്ല. വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ നേരമില്ല. അതെ, ഒരു വീട്ടിൽ വിരുന്നുകാര് വന്നാൽ പോലും എന്തിനയാൾ വന്നു, അല്ലെങ്കിൽ അയാൾ എന്തിനിങ്ങോട്ട് വന്നു എന്ന് വീട്ടുകാരൻ ഒരു പക്ഷേ ചിന്തിക്കേണ്ട സ്ഥിതിയാണ്. വന്നവര് സോഫയിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നു. അതേ, ഒരു വെള്ളം കുടിയൊക്കെ കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓരോരുത്തരും പോക്കറ്റിലേക്ക് അതാ തപ്പുന്നു. എല്ലാവരും എടുക്കുകയാണ് മൊബൈല്. പിന്നെ എല്ലാവരും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. എന്താ ആരും മിണ്ടുന്നില്ല, ആരും തമ്മിൽ സംസാരമില്ല. എല്ലാവരും തിരക്കാണ്. ഒരുത്തൻ ഫേസ്ബുക്കില്, ഒരുത്തൻ വേറൊന്നില്, ഒരുത്തൻ വാട്സപ്പില്, ഇങ്ങനെ ഒരുത്തൻ ഗൂഗിളില്, ഒരുത്തൻ മെയിൽ ചെക്ക് ചെയ്യുന്നു, ഒരുത്തൻ ചാറ്റ് ചെയ്യുന്നു. ഈ രൂപത്തിലൊക്കെ ഇങ്ങനെ സമയങ്ങളിലേക്ക് നീങ്ങിയിട്ട് അതേ ഒരു ബന്ധു വീട്ടിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒരു സന്ദർശനത്തിന് പോയി ചെന്നാൽ വരെ നമുക്കെല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സമയങ്ങൾ ഇതിലേക്ക് കടന്നുപോയിട്ട് അവസാനം കുറെ സമയം കഴിയുമ്പോഴാണ് നമ്മൾ അന്തം പെടുന്നത്. എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്തിനാ ഞാൻ അങ്ങോട്ട് വന്നത്? ഈ പണി എനിക്ക് എന്റെ റൂമൊന്നും ആവാലോ, ഈ പണി എനിക്ക് വേറൊരു സ്ഥലത്ത് വെച്ചും ആവാലോ. ഇവിടെ വന്നത് ഈ സന്ദർശനത്തിന് വന്നത് അവരുമായി സംസാരിക്കാനും ബന്ധം പുതുക്കാനും കുടുംബ ബന്ധങ്ങൾ അത് പരസ്പരം കൈമാറാനും സ്നേഹ സൗഹാർദ്ദങ്ങൾ കൈമാറാനും ഒക്കെയല്ലേ. അതേ, ഞാൻ പറഞ്ഞു വരുന്നത് സ്വന്തം വീട്ടിലാണെങ്കിലും യാത്രാവേളയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇന്നതേ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ വലുപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇന്ന് അനാവശ്യങ്ങൾക്ക് വേണ്ടി സമയം കളഞ്ഞ് ആവശ്യത്തിന് വേണ്ട സമയം ഉപയോഗപ്പെടുത്താനാവാത്ത ഒരു ദുരന്തം. ഇതുകൊണ്ട് കാര്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. വളരെ ഉപകാരപ്രദമായ മെസ്സേജുകൾ കിട്ടുന്നു, ഉപകാരപ്രദമായ കാര്യങ്ങൾ ഇതിലൂടെ ആളുകൾ പഠിക്കുന്നു. പക്ഷേ ഒരു 100 മെസ്സേജ് വരുന്നുവെങ്കിൽ ഒരു 5 ഉപകാരമുള്ളൂ, ബാക്കി 95 ചവറുകളാണ്. പക്ഷേ ഈ ചവറുകളും വായിക്കാൻ വിധിക്കപ്പെടുന്നു, ഈ ചവറുകളും പരിശോധിക്കപ്പെടാൻ വിധിക്കപ്പെടുന്നു. ഇതാണ് ദുരന്തം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സമയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വീടുകളിൽ അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ശൈത്താൻ നമുക്ക് തിരക്ക് മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ട് ആ സൽക്കർമ്മത്തിൽ നിന്ന് തടയുന്നു. അതേ ശൈത്താൻ തന്നെ അതേ ഇരുന്ന ഇരിപ്പിൽ വെച്ച് മണിക്കൂറുകളോളം അനാവശ്യമായ ഈ കാര്യത്തിന് വേണ്ടി സമയങ്ങൾ ചെലവഴിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം എന്താ? ശൈത്താൻ ഏറ്റെടുത്ത ഡ്യൂട്ടി അവൻ നിർവഹിക്കുന്നു. ശൈത്താന്റെ ഡ്യൂട്ടി എന്താ? ശൈത്താന്റെ ഡ്യൂട്ടി അള്ളാനെ ശരിക്ക് ഓർക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയലാണ്. അള്ളാഹുവിനെ ശരിക്ക് ഓർക്കുന്ന ഒരു മനുഷ്യന് അവന്റേതായ റൂട്ടിൽ ഇരിക്കലാണ്. ലഅഖൂദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. നേരായ മാർഗത്തിലൂടെ ചരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യന്റെ മുസ്തഖീമായ റൂട്ടിൽ ശൈത്താൻ വന്നിരിക്കുകയായി. എന്നിട്ട് ആ മനുഷ്യൻ നല്ല വഴിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മുൻഭാഗത്തിലൂടെയും പിൻഭാഗത്തിലൂടെയും വലതുവശത്തിലൂടെയും ഇടതുവശത്തിലൂടെയും അഥവാ ഒരു മാർഗത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ നാനാമാർഗത്തിലൂടെ പരിശ്രമം നടത്തിയിട്ട് ഈ മനുഷ്യന്റെ നേരായ റൂട്ടിലൂടെയുള്ള സഞ്ചാര പദത്തിൽ വിഘാതമുണ്ടാക്കലാണ് ശൈത്താന്റെ ജോലി എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീടുകളിൽ, മുസ്ലിമിന്റെ ഒരു ദിവസമാണല്ലോ നമ്മളെ വിഷയം, ഒരു ദിവസത്തിൽ ഒരല്പനേരമെങ്കിലും ഖുർആൻ ഓതാത്ത ദിവസമുണ്ടായിരിക്കരുത്. അതൊരു പ്രതിജ്ഞയായിക്കൊണ്ട് ഞാനും എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും സ്വീകരിക്കണം. ഇന്നത്തെ ഒരു ദിവസത്തിൽ ഞാൻ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിനം കടന്നു പോകാൻ പാടില്ല.
അതേ, ഒരു മാസത്തിൽ നാം ശ്രദ്ധിച്ചാൽ ഒരു മാസത്തിൽ നമുക്കൊരു ഖത്മ് തീർക്കാൻ നിഷ്പ്രയാസം സാധിക്കും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. നമുക്ക് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം. നല്ല കാര്യത്തിന് വേണ്ടി ഒരു 5 മിനിറ്റ് ചെലവഴിക്കുന്നത് പോലും ഒരു 50 മണിക്കൂർ ചെലവഴിക്കുന്ന ഭാരമായിട്ടാണ് തോന്നിപ്പിക്കുക ശൈത്താൻ. അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞാൽ ദുആ ദിക്റിന് ഇരിക്കാതെ ആളുകൾ എണീറ്റ് ഓടുന്നത്. ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ എനിക്ക് സമയമില്ല, ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ഇരുന്നാൽ മതി. പക്ഷെ ആ 5 മിനിറ്റ് ഇരിക്കാലോ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ വായി നോക്കി നടക്കും. 5 മിനിറ്റ് പള്ളിയിൽ നിന്ന് ഇറക്കി വിടലാ ശൈത്താന്റെ പണി. നിസ്കരിച്ച സ്ഥാനത്തുനിന്ന് എഴുന്നേൽപ്പിക്കലാ ശൈത്താന്റെ പണി. എഴുന്നേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ശൈത്താന്റെ മനസ്സിൽ ടൈമിന്റെ പ്രയാസവും വിലയൊന്നും തോന്നിപ്പിക്കൂല. പിന്നെ ഒരു 5 മിനിറ്റിന് പകരം 50 മിനിറ്റോളം പുറത്തിങ്ങനെ വായിൽ നോക്കി നിന്ന് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി അവിടേക്കൊന്ന് നോക്കി ഇവിടെ നിന്നു, ഇവിടെ നിന്നാലോട് വർത്താനം പറഞ്ഞ് അവനൊരു വിഷയമല്ല. എന്താ? ശൈത്താൻ രക്ഷപ്പെട്ടു, ശൈത്താൻ ഉദ്ദേശിച്ച പണി നടന്നു. 5 മിനിറ്റ് കൊണ്ട് ഇവൻ നേടിയെടുക്കുന്ന ഒരു 5000 പുണ്യങ്ങളുണ്ട്. ഒരു 5000 പുണ്യങ്ങളുണ്ട് ഒരു ദിവസം. അതിൽ നിന്ന് മുടക്കിയില്ലേ? അതിൽ നിന്ന് മുടക്കിയില്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോ, ഒരു ദിവസത്തിൽ ഒരു ജുസു ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് പ്രയാസമില്ല. മനസ്സുണ്ടെങ്കിൽ ഒന്ന് മനസ്സ് വെച്ചാൽ മതി. 24 മണിക്കൂറിന്റെ ഇടക്ക് 5 നേരത്തെ നിസ്കാരം നമുക്ക് വരുന്നു. ആ 5 നേരത്തെ നിസ്കാരവുമായും ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൃത്യമായ ഖുർആനോത്തുണ്ടായാൽ മതി. ഒരു ദിവസം നമുക്കൊരു ജുസു പാരായണം ചെയ്യാം. ഒരു ജുസു എന്ന് പറയുന്നത് ഖുർആനിൽ 10 കഷ്ണാണല്ലോ, നമുക്കൊക്കെ അറിയാം. 10 കഷ്ണാണ് ഒരു ജുസ്. 10 കഷ്ണം എന്ന് പറയുമ്പോ 10 ഏട് 20 പേജാ. 20 പേജ് ഓരോ നേരത്തെ നിസ്കാരത്തിനോടും അനുബന്ധിച്ചുകൊണ്ട്, ഒന്നുകിൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന നേരം, ഫർദ് നിസ്കാരത്തിന്റെ മുമ്പ്, അതല്ലെങ്കിൽ ആ നിസ്കാരത്തിന്റെ ശേഷം, എല്ലാ ദിവസവും ഞാൻ എല്ലാ നിസ്കാരത്തിന്റെയും മുമ്പോ ശേഷമോ ആയിക്കൊണ്ട് ഒരു 4 പേജ് ഞാൻ ഓതുമെന്ന തീരുമാനമുണ്ടായാൽ, ഒരു 2 കഷ്ണം ഞാൻ ഓതുമെന്ന തീരുമാനമുണ്ടായാൽ, ഫജറിന് 2 കഷ്ണം, ളുഹറിന് 2 കഷ്ണം, അതേ അസറിന് 2 കഷ്ണം, മഗ്രിബിന് 2 കഷ്ണം, അതുപോലെ തന്നെ ഇശാഇനും 2 കഷ്ണം, 4 പേജായി ഓരോ നിസ്കാരത്തിന്റെയും മുമ്പോ ശേഷമായിട്ട് 5 നേരത്തെ നിസ്കാരത്തിനോടനുബന്ധിച്ച് 4 വീതം പേജുകൾ ഓതുമ്പോൾ 20 പേജ് 10 കഷ്ണമായി ഒരു ജുസ് ഒരു ദിവസം നിഷ്പ്രയാസം നിങ്ങൾക്ക് സാധിക്കുന്നു. 30 ദിവസമാണ് കഴിയുമ്പോ ഒരു ഖത്തം തീരുന്നു. ഇത്രയേറെ ഭാഗ്യം സുഹൃത്തുക്കളെ. മുൻഗാമികളൊക്കെ 7 ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ടൊക്കെ ഖുർആൻ ഖത്തം തീർത്തിരുന്നു. റമദാനിൽ പോലും നമുക്കതിന് കഴിയുന്നില്ല. റമദാനിലെ കാര്യം അല്ല പറയുന്നത്. നമ്മുടെ മുൻഗാമികളൊക്കെ മഹാന്മാരൊക്കെ എത്രയാ ഖുർആൻ ഓതി തീർത്തിരുന്നത്. അതുകൊണ്ട് ഒരു ദിവസത്തിൽ ഒരു ജുസ് എങ്കിലും ഓതാൻ, ഒരു ജുസ് എങ്കിലും ഓതാൻ. ഇനി അതിനും കഴിയില്ലേ, 2 മാസം കൊണ്ട് ഖത്തം തീർത്തുകൂടെ? 5 നേരത്തെ നിസ്കാരത്തോടനുബന്ധമായിക്കൊണ്ട് ഓരോ കഷ്ണം 2 പേജ്, ഒരു 2 പേജ്, ഒരു അര ജുസ് ഓതിയെങ്കിലും മാസങ്ങളോളം, ദിവസങ്ങളോളം, ആഴ്ചകളോളം അതേ ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെടാത്ത എത്രയോ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുണ്ട്. ഇത് വല്ലാത്തൊരു ദുരന്തല്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു ദിവസത്തിൽ ഖുർആനുമതാത്ത ഒരു ദിവസം എനിക്ക് കഴിഞ്ഞ് കടന്നു പോകാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിക്കണം. നിങ്ങളിൽ ഓരോരുത്തരും തീരുമാനിക്കണം. എല്ലാ സ്ത്രീ പുരുഷന്മാരും തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇനി ഏതെങ്കിലും ഒരു നിസ്കാരത്തിനോടനുബന്ധിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു നേരത്തെ നിസ്കാരത്തോടനുബന്ധിച്ച് പാരായണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിന്റെ കൂടി ബാക്കി കുറച്ചുകൂടി സമയം കിട്ടുന്ന നേരത്താക്കിയിട്ട് ഒരു ദിവസത്തിൽ ഇങ്ങനെ തന്നെ ഓതണം എന്നില്ല. ഒരു ജുസ് ഒറ്റയടിക്കിയിരുന്ന് ഓതാമല്ലോ, 2 നേരമാക്കി പകുക്കാമല്ലോ, 3 നേരമാക്കി ഭാഗിക്കാമല്ലോ. ഇതൊക്കെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം, ഒരു മാസം, 6 മാസം, 1 കൊല്ലം, എത്ര കൊല്ലം, എത്ര വയസ്സ്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരായത്തോതിയാലെന്നല്ല, ഒരക്ഷരം പാരായണം ചെയ്താൽ അതിന് 10 നന്മയുണ്ട്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നോതുന്ന ഒരു മുസ്ലിമിന് ഒരക്ഷരത്തിന്റെ കൂലിയല്ല ഉള്ളത്. വലാകിന്ന അലിഫ് ഹർഫുൻ വലാം ഹർഫുൻ മീം ഹർഫുൻ. 3 അക്ഷരം പാരായണം ചെയ്ത 30 പുണ്യമാണ് അലിഫ് ലാം മീം എന്ന് പറയുമ്പോഴേക്ക് കിട്ടുന്നതെങ്കിൽ,
ഒരു ദിവസത്തിൽ ഒരു ജുസ് എങ്ങാനും ഓതാനോ അതേ അതിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനോ സാധിച്ചാൽ എത്രായിരം അക്ഷരങ്ങളാണ് പ്രിയമുള്ളവരെ ഓരോ ദിവസവും ഓതാൻ കഴിയുന്നത്. അതൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് കിട്ടുന്നതല്ലേ, എപ്പോൾ മരിക്കുന്നു എന്നറിയാത്തതല്ലേ. അതുകൊണ്ട് ഒരൊറ്റ ദിവസവും അതേ എല്ലാവരും ഒരു ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. റബ്ബേ, എന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തിൽ ഇനി ഒരിക്കലും ഖുർആൻ ഓതാത്ത ഒരു ദിനം ഇനി എനിക്ക് കടന്നു പോവില്ല. ആ ഒരു തീരുമാനം സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സമാധാനമായിരിക്കും. നമ്മുടെ മനസ്സിന്റെ ടെൻഷനുകളും എന്താ വീടുകളിൽ ദാമ്പത്യ തകർച്ച വരുന്നത്, എന്താണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ കോർത്തു വലിക്കുന്നത്, എന്താണ് വീട്ടിലെ മെമ്പർമാർക്കിടയിൽ സ്വരച്ചേർച്ചയില്ലാതാകുന്നത്, എന്താണ് വീടിന്റെ അകത്തളം നരകപ്പറമ്പായി മാറുന്നത്, എന്താണ് വീടുകളിൽ സ്വസ്ഥതയും സമാധാനാന്തരീക്ഷവും ഇല്ലാതാകുന്നത്. ശൈത്താന്റെ വിളയാട്ടമാണ് വീട്ടിലുള്ളത്. ശൈത്താനാണ് വീടുകളിൽ വിളയാട്ടം നടത്തുന്നത്. ശൈത്താന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പ്രവർത്തനം ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്. ഭാര്യാഭർത്താക്കൾക്കിടയിൽ പിരിക്കും. അതേ, മക്കളും ബാപ്പയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതാക്കും. അങ്ങനെ കുടുംബത്തിൽ സമാധാനം എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ വീട്ടിന്റെ വിശാലതയോ റൂമിന്റെ വലിപ്പമോ അവിടെയുള്ള സോഫയുടെയോ സൗകര്യങ്ങളുടെയോ മേലല്ല. ഒരു കുടുംബത്തിലെ സമാധാനം എന്ന് പറയുന്നത് നേരിയ സൗകര്യങ്ങളുള്ള ഭവനമാണെങ്കിലും അതിൽ താമസിക്കുന്ന ആളുകളുടെ മനസ്സ് വിശാലമാണോ? ആ മനസ്സ് വിശാലമാകുന്നത് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്നിടത്താണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിഞ്ഞുകൊള്ളണേ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ മാത്രമാണ് കൽബുകൾക്ക് അടക്കം കിട്ടുന്നത്, മനസ്സുകൾക്ക് സമാധാനം കിട്ടുന്നത്. അങ്ങനെയുള്ള വീടുകളിൽ സമാധാനമായിരിക്കും, വലിയ സന്തോഷമായിരിക്കും. എത്ര തിരക്കിനിടയിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയ എത്രയാ തമാശ പറയാ, ഇല്ലാത്ത തമാശ പറയില്ലാന്നേ ഉള്ളൂ. കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ പഠിക്കാനുള്ള തമാശകളിൽ അവിടുന്ന് മുഴുകാറുണ്ട്. തന്റെ ഭാര്യമാരുമായി കൂടിയിരുന്നു കൊണ്ട് അവിടുന്ന് ചിരിക്കാറുണ്ട്, ഉല്ലസിക്കാറുണ്ട്. അതുപോലെ തന്നെ അനുവദനീയമായ വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മളൊക്കെ പറയുന്നത് നമുക്കൊക്കെ തിരക്കാണ്. അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു, പള്ളിയിലെ ഖതീബായിരുന്നു, ഇമാമായിരുന്നു, രാജ്യത്തിന്റെ നായകനായിരുന്നു, ഒരുപാട് മക്കളുടെ ഉപ്പയായിരുന്നു, ഒരുപാട് ഭാര്യമാരുടെ ഭർത്താവായിരുന്നു, നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കും മസ്അലകൾക്കും മറുപടി പറയുന്ന ഒരു നാട്ടിലെ ഖാദിയായിരുന്നു, ജഡ്ജിയായിരുന്നു, എല്ലാമായിരുന്നു. എന്നിട്ടും ആ തിരക്കുകൾക്കിടയിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓരോ ദിവസങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അവിടുന്ന് ഭാര്യമാരുടെ അടുത്തും കുടുംബത്തിന്റെ അടുത്തുമൊന്നും എത്താത്ത ഒരു ദിവസവും ഇല്ല. അവരുമായിട്ട് സല്ലപിക്കാത്ത ദിവസങ്ങളില്ല. അവിടെ വല്ലാത്തൊരു സമാധാനാണ്. എന്താണ് ആ സമാധാനത്തിന്റെ മാനദണ്ഡം? അതെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാനായ നേതാവായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്ന് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ കുടുംബങ്ങളിൽ. ആർക്കും മാനസികമായിട്ട് സ്വസ്ഥരല്ല. കാരണം വീടുകളിലെ അംഗങ്ങൾ മുഴുവനും പാട്ടിലും മറ്റുള്ള എല്ലാ രൂപത്തിലുള്ള മ്യൂസിക്കുകളിലും മറ്റു മോശത്തരങ്ങളിലുമൊക്കെ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശൈത്താന്റെ വിളതലമായി മാറുകയാണ് നമ്മുടെ ഭവനങ്ങൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു ദിവസം ഒരിക്കലും വിശുദ്ധ ഖുർആനുമായി ടച്ചില്ലാത്ത ഒരു ദിവസമായി അധപ്പതിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മുടെ വീടുകൾ ശവപ്പറമ്പുകളായി മാറാതിരിക്കാൻ, അതുപോലെ തന്നെ ശ്മശാന മൂകതയുടെ ഒരവസ്ഥാന്തരത്തിലേക്ക് എത്തിപ്പോകാതിരിക്കാൻ നമ്മുടെ വീടുകൾ എപ്പോഴും നല്ല സന്തോഷം കളിയാടണം, സമാധാനമുണ്ടാകണം. അതിന് വേണ്ടത് ഇസ്ലാമികമായി നിയമങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വീടാവണം. അവിടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മുസ്ലിമിന്റെ ഒരു ദിവസത്തിൽ ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരു ദിവസവും കഴിഞ്ഞു കടന്നു പോകരുത്. ഇതാണ് സുഹൃത്തുക്കളെ എന്നോടും നിങ്ങളോടും എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശരി, ഇനി നമ്മുടെ ദിനചര്യകളിലേക്ക് പോകുമ്പോൾ ഒരു ദിവസത്തിൽ നാം നിർവഹിക്കുന്ന നമ്മുടെ ദിനചര്യകളിൽപ്പെട്ട ഒരു ചര്യയാണ് കുളിക്കുക എന്നത്. കുളി എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുളിക്കാറുണ്ട്. പൊതുവെ ഉന്മേഷത്തിനും വൃത്തിക്കും ശുദ്ധിക്കും അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായ നല്ല ഒരു ചൈതന്യവും ഉന്മേഷവും വീണ്ടെടുക്കുവാൻ വേണ്ടി, പ്രവർത്തനങ്ങളിൽ ഉഷാറ് കിട്ടാൻ വേണ്ടി, ഇബാദത്തുകളിൽ ഉന്മേഷം കിട്ടാനൊക്കെ വേണ്ടി നാം കുളിക്കാറുണ്ട്.
അങ്ങനെ വൃത്തിക്കും ശുദ്ധിക്കും വേണ്ടി നമ്മൾ കുളിക്കുന്നു. അതേപോലെ തന്നെ അത് നമ്മളൊരു നിർബന്ധമായ ഒരു കുളി എന്ന നിലക്കല്ല, അതൊരു ദിനചര്യ എന്ന നിലക്ക് നമ്മൾ നിർവഹിക്കുന്ന ഒരു കുളിയാണ്. അതേ അവസരത്തിൽ മറ്റു ചില കുളികൾ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ചില കാരണങ്ങളാൽ കുളിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമായി തീരും. അതിൽപ്പെട്ടതാണ് ഒന്ന്, വലിയ അശുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് സ്ത്രീക്കും പുരുഷനും ബാധകമാണ്. സ്ത്രീയും ജനാബത്തുകാരിയാകും, പുരുഷനും ജനാബത്തുകാരനാകും. അതേ അവസരത്തിൽ ഹൈലുണ്ടായി, സ്ത്രീകളുടെ മാസമുറയുണ്ടായി, രക്തം പരിപൂർണമായും നിലച്ചാൽ അവൾ ശുദ്ധിയാവേണ്ടതുണ്ട്. കുളിച്ച് ശുദ്ധിയാവൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ പ്രസവരക്തം നിലച്ചു കഴിഞ്ഞാൽ സമ്പൂർണമായി പ്രസവരക്തം അഥവാ നിഫാസ് എന്നാണ് പ്രസവരക്തത്തിന് പ്രത്യേകമായി പ്രയോഗിക്കപ്പെടുന്ന പദം. അത് നിലച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും കുളിച്ച് ശുദ്ധി വരുത്തൽ ഒരു സ്ത്രീക്ക് നിർബന്ധമായ കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇൻ കുൻതും ജുനുബൻ ഫത്തഹറു, നിങ്ങൾ ജനാബത്തുകാരായാൽ നിങ്ങൾ ശുദ്ധീകരിക്കണം. അത് പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും. ഇന്ദ്രിയ സ്ഖലനത്തിലൂടെ, അത് സ്വപ്നത്തിലാവാം ഉണർച്ചയിലാവാം, സ്ഖലനം സംഭവിച്ചാൽ കുളി നിർബന്ധമായി എന്നെല്ലാവർക്കും അറിയാം. അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമായ കാര്യമാണ്. അതുപോലെ ഭാര്യാഭർത്താക്കൾ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ സ്ഖലനം നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, കുളി നിർബന്ധമായി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. സഹോദരങ്ങളെ, കുളി എന്ന് പറയുന്ന കാര്യം എല്ലാവരും എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്. പക്ഷെ നിർബന്ധമായി കുളിക്കുന്ന അവസരങ്ങളിൽ അതിന് ഇസ്ലാമികമായ ചില ചിട്ടകൾ മനുഷ്യൻ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ഏതൊരു പ്രവൃത്തിയും അള്ളാഹു പരിഗണിക്കുന്നത് ഇതൊരു കേവല കുളിയാണോ അതോ മറ്റേതെങ്കിലും ബാധ്യത നിർവഹണം എന്ന നിലക്കുള്ള കുളിയാണോ, എവിടെയാണ് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? ഉദ്ദേശത്തിനനുസരിച്ച്. അതിനാ അറബിയിൽ നിയ്യത്ത് എന്ന് പറയുന്നത്. കുളി ശരിയാവാനുള്ള വലിയ ശുദ്ധിയിൽ നിന്ന്, അതുപോലെ തന്നെ ഹൈലിൽ നിന്ന്, നിഫാസിൽ നിന്ന് ഒക്കെ ശുദ്ധിയാകുമ്പോൾ അതിന് അനിവാര്യമായും ഒന്നാമതായി ഉണ്ടായിരിക്കേണ്ടത് നിയ്യത്താണ്. നിയ്യത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, തെറ്റിദ്ധാരണകളുടെ ലോകമാണത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം കരുത്ത് എന്നാണ്. കരുത്ത് നാവിലല്ല, കരുത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കലല്ല, അത് ഖൽബിലാണ് വേണ്ടത്. ഞാൻ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി കുളിക്കുന്നു എന്ന കരുത്ത്, അതിൽ നിന്ന് വൃത്തിയാവാനുള്ള കുളിയാണെന്ന ഉദ്ദേശം അതുണ്ടായിരിക്കണം. അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അതേ അവസരത്തിൽ ചെറിയ ശുദ്ധിയെ ഉയർത്തുവാൻ വേണ്ടി ഉളു എന്ന ഫർളിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന് മലയാളത്തിലും അറബിയിലും, വലിയ ശുദ്ധിയെ ഉയർത്തി കിട്ടുവാൻ വേണ്ടി കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന മലയാളത്തിലും അറബിയിലും, ഇങ്ങനെ നിയ്യത്ത് നാവ് കൊണ്ട് ചൊല്ലിപ്പറയുന്ന ഒരു സമ്പ്രദായം നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാമിക ഏടുകളിൽ അതില്ല. നാട്ടാചാരം വേറെ, ഇസ്ലാം വേറെ. ഇങ്ങനെ നിയ്യത്ത് ഉറക്കെ ചൊല്ലിപ്പറയുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. മറിച്ച് നാം എന്ത് ചെയ്താൽ മതി? അതെ, കുളിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വലിയ ശുദ്ധിയിൽ നിന്ന്, ജനാബത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ, ഹൈലിൽ നിന്നാണെങ്കിൽ അങ്ങനെ, നിഫാസിൽ നിന്നാണെങ്കിൽ അങ്ങനെ, ഏത് രൂപത്തിലുള്ള വലിയ ശുദ്ധിയിൽ നിന്നാണ് ശുദ്ധിയാകുന്നതെങ്കിൽ അതിൽ നിന്ന് ഞാൻ ശുദ്ധിയാകുന്നു എന്ന് മനസ്സിൽ കരുതുകയാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിർബന്ധമായ ഘടകം, കുളിയുടെ ഫർളുകളാണ് ഞാൻ പറയുന്നത്. ഫർളിൽ നിന്ന് ഒന്ന് ഒഴിവായ കുളി ശരിയാവൂല. ഒന്നാമത്തെ നിയ്യത്താണ്. അപ്പൊ നിയ്യത്ത് വേണം. നിയ്യത്തില്ലാതെ വെറുതെ പോയാണ് കുളിച്ചു, കുളിയൊക്കെ കഴിഞ്ഞിട്ടാ ഓർമ്മ, എനിക്ക് വലിയ ശുദ്ധി ഉണ്ടായിരുന്നല്ലോ, എന്നാ ഞാൻ അയൽക്കാണ് വരവ് വെക്കാം. പറ്റൂല, അത് പറ്റൂല. അങ്ങനെ കുറെ കഴിഞ്ഞ് മറന്ന് ഇങ്ങനെയൊക്കെയായി അങ്ങനെ പോയിട്ട് കുളിച്ചു. കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോഴാ ഓർമ്മ, ഞാൻ ആ ഓർമ്മയൊന്നുമില്ലാതെ ഇപ്പൊ സംഗതി കുളിച്ചിട്ടുണ്ട്. കുളി തന്നെയല്ലേ? അതെ, പക്ഷെ ഇത് ശരിയാവണമെങ്കിൽ നിയ്യത്ത് വേണം, മടക്കി കുളിക്കണം, മടക്കണം. അപ്പൊ അതുകൊണ്ട് നല്ല ബോധം വേണം. മുസ്ലിമിന്റെ ഇബാദത്ത് ശരിയാവണം, നിസ്കാരം ശരിയാവണം, ഉളു ശരിയാവണം, ശുദ്ധിയാവണം. അതുകൊണ്ട് നിയ്യത്ത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ നിബന്ധന ശരീരം മുഴുവൻ കഴുകലാണ്. ശരീരം മുഴുവൻ കഴുകലാണ് രണ്ടാമത്തെ നിബന്ധന. ഈ രണ്ട് നിബന്ധനകളൊത്താൽ കുളി ശരിയായി, പരിപൂർണമായ കുളിയായി, കുളിയുടേതായ ബാധ്യതയിൽ നിന്ന് ഒഴിവായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ കൂടെ നാം ശ്രദ്ധിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള ചില ഐച്ഛികമായ
സുന്നത്തായ പുണ്യകരമായ ചില മര്യാദകളുണ്ട്. അതിന് കുളിയുടെ സുന്നത്തുകൾ എന്ന് പറയപ്പെടും. കുളിയുടെ ഫർളിൽ നിന്ന് ഏതെങ്കിലും ഒന്നൊഴിവായ കുളി ശരിയാവില്ല. കുളിയുടെ സുന്നത്തുകൾ ഉണ്ടായാൽ പരിപൂർണമായ പ്രതിഫലം നമുക്ക് കിട്ടും. എന്നാൽ സുന്നത്തുകളിൽ നിന്ന് വല്ലതും വിട്ടുപോയാൽ കുളി ശരിയാവാതിരിക്കുകയില്ല, കുളി ശരിയാവും, അതിന്റെ പുണ്യം നമുക്ക് നഷ്ടമാകും എന്നേയുള്ളൂ. അപ്പൊ കുളിയുടെ സുന്നത്തുകൾ എന്താണ്? അതിൽപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രീതി. അവിടുന്ന് എങ്ങനെയാണ് ശുദ്ധിയായിരുന്നത്? മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവര് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവ് അവിടുന്ന് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്ന അവസരത്തിൽ അവിടുന്ന് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഫയഗ്സിലു യദൈഹി, ആദ്യം 2 കൈകൾ കഴുകും. ജനാബത്തിൽ നിന്ന് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുമ്പോ വേണ്ട പ്രവർത്തനങ്ങളുടെ തർത്തീബ പറയുന്നത്. ആദ്യം 2 കൈ നന്നായിട്ട് കഴുകുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വലത്തെ കൈയിൽ വെള്ളമെടുത്ത് ഇടത് കൈയിലേക്ക് ഒഴിച്ച് അതുകൊണ്ട് അവിടുത്തെ ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കും. ആദ്യം 2 കൈ കഴുകി, പിന്നീട് വലത്ത് കൈ കൊണ്ടിങ്ങനെ വെള്ളം ഇടത് കൈയിൽ കൊഴിച്ച് ഇടത്തെ കൈ കൊണ്ടിങ്ങനെ ലൈംഗിക ഭാഗങ്ങളൊക്കെ, രഹസ്യ ഭാഗങ്ങൾ, സ്വകാര്യ ഭാഗങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കും. മൂന്നാമത്തെ രീതി പിന്നീട് നിസ്കാരത്തിന് ഉളുവെടുക്കും പോലെ, നിസ്കാരത്തിന്റെ ഉളു പോലെയുള്ള ഒരു ഉളു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കും. വീണ്ടും വെള്ളമെടുത്ത് വയുദ്ഖിലു അസാബിയഹു ഫീ ഉസൂലി ശഅരി, അതേ അവിടുത്തെ തലയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ആ കൈകൾ കൊണ്ട് മുടിമുളക്കുന്ന സ്ഥാനത്തിലേക്കൊക്കെ വിരലുകൾ നടത്തും. അങ്ങനെ നനവ് എല്ലാ ഭാഗത്തും ശരീരത്തിലും മുടിയിലൊക്കെ നനവെത്തിക്കുന്ന നിലക്ക് കൃത്യമായിട്ട് ഏതുവരെ അതേ ശരിക്കും എത്തേണ്ടിടത്തൊക്കെ കൃത്യമായി തന്നെ അത് നിർവഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായാൽ പിന്നീട് ഒരു കപ്പ് കൊണ്ടതല്ലെങ്കിൽ വെള്ളം കോരിയെടുക്കും. തലയിലേക്ക് 3 കോരൽ വെള്ളമൊഴിക്കും. ഒന്നിച്ച് 3 കോരൽ വെള്ളം തലയിലൂടെ ഒന്നാകൊഴിക്കും. പിന്നീട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇതുപോലെ വെള്ളമൊഴിക്കും. അങ്ങനെ സമ്പൂർണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിയങ്ങ് നിർവഹിക്കും. പിന്നീട് കാല് കഴുകുന്നു. സാരമായിട്ട് കാല് കഴുകി വൃത്തിയാക്കി പുറത്ത് കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുളിയുടെ രീതിയാണ് ഈ പറഞ്ഞത്. സ്ത്രീകൾക്കും വ്യത്യാസമില്ല, പുരുഷന്മാർക്കും വ്യത്യാസമില്ല. എന്നാൽ ഇതൊന്നും ഇല്ലാതെ ഇപ്പൊ ഒരാൾ പോയിട്ട് നേരത്തെ പറഞ്ഞ മാതിരി വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് വിചാരിച്ച് ഷവറിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ ബക്കറ്റ് കൊണ്ടോ ഒക്കെ വെള്ളമാക്കി എടുത്ത് ഒഴിവാക്കി മുഴുവൻ ശരീരം മുഴുവനുമാണ് നനച്ചാൽ കുളിച്ചാൽ കുളി ശരിയായില്ലേ? കുളി ശരിയായി, ഫർള് വീടി. എന്നാലോ ചില പുണ്യകർമ്മങ്ങൾ അയാൾക്ക് നഷ്ടപ്പെട്ടു. അതും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സുന്നത്തുകൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ശരീരം മുഴുവൻ നനക്കുന്ന നിലക്ക് അതിന് മുന്നോടിയായിട്ട് കൈ കഴുകി ലൈംഗികാവയവം കഴുകി ശുദ്ധിയാക്കി ഉളുവെടുത്ത് ആ നിലക്ക് ശരീരത്തിൽ മുഴുവൻ വെള്ളമൊഴുക്കിക്കൊണ്ട് ശുദ്ധീകരിക്കുക. അതാണ് കുളിയുടെ പരിപൂർണമായ രീതി. ഇനി സഹോദരന്മാരെ, കുളി കഴിഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുള്ള രാവിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരാണല്ലോ. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കങ്ങളിലായിരിക്കും. അത് ഒരു മുസ്ലിം ഒരു ദിവസം ഒരു മനുഷ്യൻ 1 നേരമല്ല, 2 നേരമല്ല, 3 നേരമല്ല, 4 നേരമൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് അല്ലെ? നമ്മൾ 3, 4, 5 നേരം ഭക്ഷണം കഴിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസത്തിൽ ധാരാളം സമയം നമ്മൾ ചെലവഴിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഇസ്ലാം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാം പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ. പക്ഷെ കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ കുടിച്ചോളൂ, പക്ഷെ അമിതമാകരുത് എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതുപോലെ തന്നെ ഇസ്ലാം പറഞ്ഞു വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബാ വത്തഖുല്ലാഹല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ. അല്ലാഹു നിങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചോളൂ. 2 കാര്യങ്ങൾ ഇവിടെ അല്ലാഹു പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഹലാലാണോ എന്നതാണ്, രണ്ടാമത്തത് ത്വയ്യിബാണോ. അപ്പൊ കഴിക്കുന്ന ഭക്ഷണം ഹലാലുമാകണം, ത്വയ്യിബുമാകണം.
ത്വയ്യിബാവണം, നല്ല സാധനമായിരിക്കണം. ഖബീസ് ഭക്ഷിക്കാൻ പാടില്ല, ദുഷിച്ചത് ഭക്ഷിക്കാൻ പാടില്ല. അതേ, ഇത് നല്ല സാധനം തന്നെയാണ്, ഹലാലായ നല്ല ത്വയ്യിബായ സാധനം തന്നെയാണ്, മോശപ്പെട്ട സാധനമൊന്നുമല്ല. പക്ഷേ നേടിയത് ഹറാമിലൂടെയാണ്, നേടിയത് അരുതാത്ത മാർഗത്തിലൂടെയാണെങ്കിൽ ഭക്ഷണം ത്വയ്യിബ് തന്നെ, പക്ഷേ ഹലാലല്ലല്ലോ. അതുകൊണ്ട് ഹലാലുമാവണം, ത്വയ്യിബുമാവണം, ത്വയ്യിബുമാകണം, ഹലാലുമാകണം. അപ്പോ ആ നിലക്ക് തന്നെ ഇസ്ലാം പറയുന്ന ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഹലാലും ത്വയ്യിബുമായത് നിങ്ങൾ ഭക്ഷിച്ചോളൂ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ, നിങ്ങൾ അവനിലാണല്ലോ വിശ്വാസികളായിക്കൊണ്ട് കഴിയുന്നത്. അപ്പോ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, ത്വയ്യിബാകണം. ഹറാമിലൂടെ നേടിയതാവരുത്, സാധനവും ഹറാമാകരുത്, ഖബീസാവരുത്, മോശമാവരുത്. ഇസ്ലാം പറയുന്നത് കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി, ഹറാമിലൂടെ നേടിയെടുത്ത് ഹറാമ് തിന്ന് വളർന്ന് കൊഴുത്തുണ്ടായ ശരീരത്തിന്റെ മാംസം ഹറാമ് ഭുജിച്ചിട്ട് അതിന്റെ പോഷകങ്ങൾ വലിച്ചെടുത്ത് തടിച്ചു വീർത്തു വന്ന മനുഷ്യന്റെ ശരീരത്തിന്റെ മാംസകഷ്ണം ഫന്നാറു ഔലാ ബിഹി, നരകമാണ് അതിനേറ്റവും യോജിച്ചത്. അപ്പൊ ഹറാമിലൂടെ നേടിയ ഹറാമ് തിന്നാൽ വയറ്റിലേക്ക് ഇറക്കുന്നത് നരകാഗ്നിയാകുന്നു. വിശ്വാസികളെ, നിങ്ങൾ വലാ തഅ്കുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി, അന്യായമായി നിങ്ങൾക്കിടയിലെ സമ്പത്തുക്കൾ നിങ്ങൾ തിന്നരുത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമ് തന്റെ വായിലേക്ക് വരുന്നത് മാത്രല്ല, തീറ്റുന്നതും അവിടുന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. തിന്നാൻ പാടില്ല, തീറ്റിക്കാനും പാടില്ല. ചെറിയ കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, ചെറിയ കുട്ടി, മുട്ടിൽ ഇഴഞ്ഞു നീന്തുന്ന പ്രായക്കാരനായ ഹസൻ റളിയല്ലാഹു അൻഹു പേരമകനാണ്. മദീന മസ്ജിദിൽ കൂട്ടിയിട്ട ഈത്തപ്പഴത്തിന്റെ കൂനയുണ്ട്. അഥവാ നാട്ടിലുള്ള ആളുകളുടെ, സമ്പന്നരുടെ ഈത്തപ്പഴത്തിൻ സക്കാത്ത് ഒരുമിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് ശേഖരിച്ച് കൂട്ടിയ ആ കാരക്കയുടെ അല്ലെങ്കിൽ ഈത്തപ്പഴത്തിന്റെ കൂന, ആ കൂനയിലേക്ക് മുട്ടിൽ നീന്തി വരികയാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ആ കുട്ടി അതിൽ നിന്നൊരു കാരക്ക എടുത്ത് വായിലേക്ക് ഇടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കുട്ടിയല്ലേ, അവനിക്കെന്ത് ഹറാമ്, അവനിക്കെന്ത് ഹലാല് എന്നല്ല ചിന്തിച്ചത്. ജീവിതത്തിൽ ഒരു ദിവസത്തിൽ താൻ ഹറാമ് ഭക്ഷിക്കുന്നില്ലെന്ന് മാത്രമല്ല, തന്റെ കീഴിലുള്ളവരും ഹറാമ് ഭക്ഷിച്ചിട്ടില്ല, ഭക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒരു കുടുംബനാഥന് ബാധ്യതയുണ്ട് എന്നർത്ഥം. ഹസൻ റളിയല്ലാഹു അൻഹു അത് വായിലിട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട വിരൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് ഇട്ടുകൊണ്ട് കാരക്ക പുറത്തേക്കിട്ട്, കഹിൻ കഹിൻ, മോനെ തുപ്പിക്കളയി, കക്കിക്കളയും മോനെ, ഇത് നമുക്ക് പാടില്ല. നമ്മൾ നബി കുടുംബമാണ്, നമ്മൾ നബി കുടുംബമാണ്. നബി കുടുംബത്തിനൊരിക്കലും സദഖയിൽ നിന്ന് ഭക്ഷിക്കാൻ പാടില്ല. ഏത് സദഖ? സകാത്തിൽ നിന്ന് ഭക്ഷിക്കാൻ പാടില്ല. അപ്പൊ സകാത്ത് എന്ന് പറയുന്ന നിർബന്ധ ദാനത്തിൽ നിന്ന്, അതേ, നബി കുടുംബത്തിന് ഭക്ഷിക്കാൻ പാടില്ല എന്ന് കുട്ടിയോട് പറഞ്ഞു കുട്ടിയുടെ കയ്യിൽ നിന്ന്, ആ വായിൽ നിന്ന് ഈത്തപ്പനത്തിന്റെ ചുളയെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്കെറിയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ദിവസത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഒരു ദിവസത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം. നാം തിന്നുന്നത് മാത്രമല്ല, നാം തീറ്റുന്നതും ഹലാലിൻ്റെതാവണം. അതിനാണ് ആ സംഭവം ഓർമ്മപ്പെടുത്തിയത്. ശരി, അങ്ങനെ ഹലാലും ത്വയ്യിബും തന്നെ ഭക്ഷിക്കുമ്പോൾ നമുക്ക് ചില മര്യാദകളുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലൊക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെയും നമുക്ക് ഒരുപാട് പുണ്യകർമ്മങ്ങൾ നേടാൻ നമുക്ക് സൗകര്യം ലഭിക്കുന്നു. ഒന്നാമതായിക്കൊണ്ട് അതിനെപ്പറ്റിയുള്ള ചർച്ചകളിൽ ഒരു ചർച്ച പണ്ഡിത ലോകത്ത് കാണാം. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ഇരു കൈകളും കഴുകൽ പ്രത്യേകം പുണ്യമുള്ളതാണോ
അതോ ഒരാവശ്യം എന്ന നിലക്ക് ചെയ്യേണ്ടതാണോ? പണ്ഡിത ലോകത്തുള്ളൊരു ചർച്ചയാണ്. ഈ ഭാഗം പണ്ഡിതന്മാര് പറയുന്നത് ഭക്ഷണത്തിന്റെ മുന്നോടിയായിട്ട് 2 കൈകളും കഴുകുക എന്നൊരു പുണ്യകർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഒരു സഹീഹായ ഹദീസിലും വന്നിട്ടില്ല എന്നതാണ്. ഒരു പുണ്യകർമ്മം എന്ന നിലക്ക്, ഒരു സുന്നത്ത് എന്ന നിലക്ക് ഭക്ഷണത്തിന്റെ മുമ്പ് 2 കൈകളും കഴുകുക എന്നത് ഒരു പ്രത്യേകം പുണ്യകർമ്മമായ നിലക്ക് ഒരു ഹദീസിലും വന്നിട്ടില്ല സഹീഹായ നിലക്ക്. എന്നാൽ വേറെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് ഇങ്ങനെ കാണാം, സഹീഹായ ഹദീസുകളിൽ കാണാം, കാന ഇദാ അറാദ അൻ യനാമ വഹുവ ജുനുബുൻ തവല്ലഅ വഇദാ അറാദ അൻ യഅകുല ഗസല യദൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു ജനാബത്തുകാരനായിരിക്കെ അവിടുന്ന് ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ തവല്ലഅ, ഉദു എടുക്കാറുണ്ട്. വലിയ ശുദ്ധിയുണ്ടായി പിന്നെയും ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കുളിക്കുന്നതിന്റെ മുമ്പ് പിന്നെയും ഉറങ്ങുമ്പോൾ ഒന്ന് ഉളു എടുക്കണം. ആ ഉളു വെറും കൈകാൽ മുഖം കഴുകലായാലും മതിയെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ശരി, ഏതോ ആകട്ടെ, ഒന്ന് ഉളു എടുത്ത് ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം ചേർത്തുകൊണ്ടൊരു ഹദീസിൽ കാണാം, വൈദാ അറാദ അൻ യഅകുല ഗസല യദൈഹി, അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ 2 കൈകളും കഴുകും. ഈ ഹദീസിനെ സംബന്ധിച്ച് വിവരിച്ചപ്പോൾ പണ്ഡിത ലോകത്ത് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടായി. ഒരു ഭാഗം പണ്ഡിതന്മാര് പറഞ്ഞു, ഷെയ്ഖ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നോടിയായി 2 കൈകളും കഴുകൽ ഒരു സുന്നത്ത് തന്നെയാണ്. അതിന് ഈ ഹദീസാണ് അദ്ദേഹം തെളിവായി പറഞ്ഞത്. കാരണം അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചായ 2 കൈകളും കഴുകിയിരുന്നു എന്നുണ്ടല്ലോ. എന്നാൽ ഇതിന് മറുപടി നൽകിയ പണ്ഡിതന്മാർ, അതായത് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നോടിയായിക്കൊണ്ട് ഒരു സുന്നത്തെന്ന നിലക്ക് 2 കൈകളും കഴുകേണ്ടതില്ല, കയ്യിൽ വല്ല മാലിന്യങ്ങളോ വൃത്തികേടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നീക്കിക്കളയുക എന്ന നിലക്ക് 2 കൈകളും കഴുകുകയേ വേണ്ടതുള്ളൂ എന്നഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാര് പറയുന്നത് ഈ ഹദീസ് തന്നെ അവർ തെളിവായിട്ട് പറയുന്നത്. അവരും ഈ ഹദീസ് തന്നെയാണ് തെളിവായിട്ട് പറയുന്നത്. അവരെങ്ങനെയാ ഇതിനെ വ്യാഖ്യാനിച്ചത്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനാബത്തുകാരനായിരിക്കെയുള്ള അവസ്ഥയാണ് ഈ ഹദീസിൽ പറയുന്നത്. വലിയ ശുദ്ധിയുള്ളവനായിരിക്കെ ഉറങ്ങാൻ കിടക്കുമ്പോ ഉളു എടുക്കും, ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ച 2 കൈകളും കഴുകും. അപ്പൊ ജനാബത്തുകാരന്റെ കാര്യം പറഞ്ഞതാണ്. അവന്റെ കൈകളിൽ മാലിന്യം പുരളാൻ സാധ്യതയുണ്ടല്ലോ, അവന്റെ കൈകളിൽ അനിഷ്ടകരമായത് പുരളാനും ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് അതിനെ സംബന്ധിച്ചു പറഞ്ഞതാണ് എന്നതാണ് ആ വിഭാഗം പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് കൈകളിൽ എന്തെങ്കിലും രൂപത്തിലുള്ള മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആ രൂപത്തിൽ കൈകൾക്ക് പകർച്ചയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ മുന്നോടിയായി 2 കൈകളും നന്നായി കഴുകുക എന്നതല്ലാതെ പ്രത്യേകമായി കൊണ്ട് നല്ല ശുദ്ധിയുള്ള കയ്യാ കുളിച്ച് വന്നിട്ടേ ഉള്ളൂ, പക്ഷെ എന്നാലും ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് പിന്നെയും പോയിട്ടൊന്ന് കൈ കഴുകുന്ന ഒരു പ്രത്യേക സുന്നത്തിന് ഹദീസിൽ തെളിവില്ല എന്നഭിപ്രായപ്പെടുന്നവരാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ. എന്തായിരുന്നാലും സുഹൃത്തുക്കളെ, ആരോഗ്യപരമായ വീക്ഷണം വെച്ച് നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നോടിയായി 2 കൈകളും വളരെ വൃത്തിയായി കഴുകുക എന്നത് പാലിക്കപ്പെടാവുന്ന ഒരു മര്യാദ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ മര്യാദകളായി കൊണ്ട് പറഞ്ഞ മറ്റൊരു കാര്യം, എങ്ങനെയാണ് ഈ ഇരുത്തത്തിന്റെ രീതി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഇന്നിപ്പോ നമുക്കൊക്കെ ഡൈനിങ് ടേബിളിന്റെ സംവിധാനമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ആ സിസ്റ്റം ഇല്ല. അന്ന് ആളുകൾ തറയിലിരിക്കലാണ് പതിവ്. അതുകൊണ്ട് തന്നെ അങ്ങനെ തറയിലിരിക്കൽ പുണ്യകരമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാർ തന്നെയുണ്ട്. അങ്ങനെ തറയിലിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരം. അങ്ങനെ ഇരിക്കുമ്പോ ആ ഇരുത്തം തന്നെ എപ്രകാരമായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ആകുലു മുത്തകിആ, ഞാൻ സുഖലോലുപന്മാരായ ആളുകൾ, തീറ്റക്കൊതിയന്മാരായ ആളുകൾ ഇരിക്കും പോലത്തെ ഒരു ലാവിഷായ വിശാലമായ ഇരുത്തം, അങ്ങനെ ചാരി ഊണിയിട്ടൊന്നും ഞാൻ ഇരുന്ന് അങ്ങനെ സുഖിയന്മാരെ പോലെ ചാരിയിരുന്നു കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞാൻ കണ്ടു, മുഖ്ഇയൻ യഅകുലു തംറ, അവിടുന്ന് കാരക്ക ഭക്ഷിക്കാനിരിക്കുന്നത്. അവിടുന്ന്
രണ്ട് കാൽമുട്ടും ഇങ്ങനെ നിലത്തൂന്നിയിട്ട് രണ്ട് കാൽപാദങ്ങളിൽ ഇങ്ങനെ ഇരിക്കുക, കാലിന്റെ മടമ്പുകളിൽ ഇങ്ങനെ ഇരിക്കുക. കാൽമുട്ട് രണ്ട് മുന്നോട്ടാക്കി നമ്മൾ തഹിയാത്തിൽ ഇരിക്കുന്ന രൂപത്തിന്റെ കാലിന്റെ രണ്ട് മടമ്പുകളിന്മേലായിട്ടിരിക്കുക. തഹിയാത്തിൽ നമ്മൾ ഇടത്തേ ഉമ്മയിരുന്ന് വലത്തേത് ഇങ്ങനെ കുത്തിവെക്കലാണ്. ഇതല്ല, രണ്ട് മടമ്പും ഇങ്ങനെ തന്നെ സുജൂദിലേക്കൊക്കെ പോകുമ്പോൾ വെക്കുന്നത് പോലെ അങ്ങനെ തന്നെ ഇരിക്കുന്ന രൂപം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ടുണ്ട്. എന്തായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇരുത്തത്തിന്റെ കാര്യം അങ്ങനെ പറയാൻ കാരണം ലിയല്ലാ യസ്തഖിറ ഫിൽ ജൽസ, ഇരുത്തത്തിൽ വളരെ അമർന്നിരുന്നു ഫയഅകുല അഖലൻ കസീറ, ലാവിഷായ ധാരാളക്കണക്കിന് വാരി വലിച്ച് തിന്നാനുള്ള ഒരു ഒരുക്കത്തിൽ ഇരിക്കുന്നത് അവിടുന്ന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ്. അതല്ലെങ്കിൽ ഔ യൻസിബ റിജ്ലൽ യുംന, വലത്തെ കാല് നാട്ടിവെക്കും, വയജ്ലിസു അലൽ യുസ്ര, ഇടത്തേതിന്മേൽ ഇരുന്നിട്ട് വലത്തെ കാല് ഇങ്ങനെ മുട്ടിങ്ങനെ നാട്ടി വെച്ചിട്ടുള്ള ആ ഇരുത്തം. ഈ രീതിയിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോ ഏതായിരുന്നാലും അങ്ങനെയൊക്കെ ആ ശ്രദ്ധയോടുകൂടെ അങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നിടത്ത് അങ്ങനെ ഇരിക്കുന്നത് പുണ്യകരം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി അതുപോലെ സുഹൃത്തുക്കളെ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ബിസ്മി ചൊല്ലി കഴിക്കണം എന്നതാണ്. അതിപ്പോ എത്ര പറയണ്ടോ, എല്ലാവർക്കും അറിയണതന്നല്ലേ, എന്നാ ആരും ചൊല്ലാറുമില്ല. ഏതാണ്ടൊരു പകുതി വയറായിട്ടാ ഓർക്കൽ തന്നെ. ബിസ്മില്ലല്ലേ, നമുക്ക് ഈ ബിസ്മില്ല എല്ലാം അധികം വരും. ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു അധികം ഓർമ്മ വരിക. ഈ മറന്നാൽ ആ ഹദീസാ നമ്മളൊക്കെ ആദ്യം പഠിച്ചത് എന്നുള്ള മട്ടിലാണ്. ബിസ്മി കുറേ കഴിഞ്ഞു ആർത്തിയിൽ ആദ്യം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു ഹാഫ് വയറായപ്പോഴാ ഓർമ്മ, അങ്ങനെ പരിപാടി ബിസ്മി ഉണ്ടല്ലോ, അതിപ്പോ ചൊല്ലിയിട്ടില്ലല്ലോ. എന്നാ പിന്നെ വേറൊരു ഹദീസ് ഉണ്ടല്ലോ, ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു, ആദ്യം അവസാനം ബിസ്മില്ല കിടക്കട്ടെ എന്ന രൂപത്തിൽ നമ്മൾ ചൊല്ലുന്നു. അപ്പൊ അതെങ്കിലും വേണം. അപ്പൊ തുടക്കത്തിൽ തന്നെ മിനസ്സുന്ന, സുന്നത്തിൽപ്പെട്ടതാണ് ഭക്ഷണം കഴിക്കുന്നവനും വെള്ളം കുടിക്കുന്നവനുമൊക്കെ ബിസ്മി ചൊല്ലണം, ബിസ്മില്ലാ എന്ന് പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണോ വേണ്ടേ എന്ന പണ്ഡിത ലോകത്തെ ചർച്ച. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു ബിസ്മില്ലാ മതി, ബിസ്മില്ലാ റഹ്മാനിർ റഹീം വേണ്ട. അത് ഇവിടെ മാത്രമല്ല, ഉളു എടുക്കുമ്പോഴും ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ഉളു എടുത്താൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ടോ ഒരു റഹ്മാനിർ റഹീം ഒഴിവാക്കി അതിന്റെ കൂലി കറിയുന്നു. ഇതന്നല്ലേ മുജാഹിദീങ്ങളെ പരിപാടി, ഇതന്നല്ലേ നിങ്ങളെ പരിപാടി. ചിലപ്പോ അങ്ങനെ സംശയം ഇങ്ങനെ കേൾവിക്കാരുടെ മനസ്സിൽ എന്താ ഒരു റഹ്മാനിർ റഹീം എന്നാണ് പറഞ്ഞു പോയാൽ എന്താ അതുകൊണ്ടൊരു തകരാറ്. അള്ളാന്റെ റസൂല് പറഞ്ഞിടത്ത് നിന്നാൽ അത്രയും നല്ലത്. അള്ളാന്റെ റസൂലിന് പറയാം റഹ്മാനിർ റഹീം എന്നും കൂടി പഠിപ്പിക്കാൻ പറ്റായിട്ടല്ലോ. ബിസ്മില്ലാ ചൊല്ലി ഭക്ഷണം കഴിക്കുക. അതെ, എന്തിനാണ് നമ്മളെ കൊണ്ടിത് ചെയ്യിപ്പിക്കുന്നത്? ശൈത്താൻ നമ്മുടെ കൂടെ ഭക്ഷണം പങ്കിടാതിരിക്കാൻ. ശൈത്താൻ നമ്മുടെ കൂടെ ഭക്ഷണം പങ്കിടരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ഒരു ഭക്ഷണത്തളികയുടെ ചുറ്റുമിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുണ്ട്, ധൃതിപ്പെട്ടിങ്ങോട്ട് കയറി വന്നിട്ട് ഭക്ഷണത്തിലേക്ക് കൈവെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെടുത്ത ആ കൈക്കൻ പിടിച്ചു. ആ കൈക്കൻ പിടിച്ചിട്ട് മോളെ മാറിക്ക്, അങ്ങനെ തൊടല്ലേ, അങ്ങനെ ഭക്ഷണത്തിൽ കൈവെക്കല്ലേ, ഇത് ബിസ്മി ചൊല്ലി കൈവച്ച് തുടങ്ങേണ്ടതാണ്. അതെന്ന് പറഞ്ഞ് കുട്ടിയെന്ന് മാറി നിന്നപ്പോഴേ കഥാ പിന്നിൽ നിന്ന് ആരോ തള്ളിവിടും പോലെ ഒരു അറാബി കയറി വരുന്നു. ഒരു നാട്ടറബി, ഒരു ഗ്രാമീണനായ അറബി. അയാളും കയറി വന്നിട്ട് ഉടനെ തന്നെ ഭക്ഷണത്തിലേക്ക് കൈവെക്കുകയാണ്. ഉടനെ പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈയും പിടിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഇന്ന ശൈത്താന യസ്തഹില്ലു ത്വആമ അല്ലാ യുദ്കറ ഇസ്മുല്ലാഹി അലൈഹി. ശൈത്താനതാ അവന് ഭക്ഷണം ഹലാലാക്കാൻ നോക്കുന്നത് അള്ളാന്റെ നാമം പറയപ്പെടാതെ ആക്കാനാണ്. അള്ളാന്റെ നാമം ഈ കഴിക്കുന്ന മെമ്പർമാര് പറയാതിരിക്കാനാ ശൈത്താൻ തോന്നിപ്പിക്കുക. അപ്പൊ എന്താ, അവൻ കൂടെ കഴിക്കുക. ബിസ്മിയുല്ലേൽ അവന് പാർട്ട്ണറാവാൻ പറ്റൂല, മാറി നിൽക്കും. അപ്പൊ ഭക്ഷണം കഴിക്കണോടത്ത് ശൈത്താൻ ഉണ്ടാവും. ശൈത്താൻ ഉണ്ടാവും നമ്മൾ കാണില്ലല്ലോ, കേൾക്കണില്ലല്ലോ, അതൊന്നും പറഞ്ഞൊരു കാര്യമില്ല. അള്ളാന്റെ റസൂലാണ് അവിടെ ഉണ്ടാവും, ഉണ്ട് എന്ന് അവിടെ ഉണ്ടാവും. അതുകൊണ്ടല്ല ബിസ്മിയല്ലേ അവൻ കേൾക്കണത്, അവിടെ ഉണ്ടായിട്ടല്ലേ കേൾക്കുന്നത്. ബിസ്മില്ല എന്ന് പറയുമ്പോ അവൻ അവിടെ മാറിപ്പോണത് എന്താ, ഇന്ന് ഇവിടെ വന്നിട്ട് കാര്യമില്ല, ഭക്ഷണമൊന്നും കിട്ടൂലാന്ന് ശൈത്താൻ പറയുന്ന അവിടെ ഹാജറില്ലാതെയാ. ഹാജറുള്ളത് കൊണ്ടാ ശൈത്താൻ അങ്ങനെ പറയാൻ പറ്റുന്നത്. വേറെ എവിടെയോ ആണ്, എവിടെയും കേൾക്കാത്തൊരു സ്ഥലത്താണ്. അപ്പൊ അവിടെ ഹാജറുണ്ട്, ഹാജരാകുന്നുണ്ട്. അപ്പൊ ബിസ്മില്ല എന്ന് പറയുമ്പോ
അവനക്ക് അവിടെ അന്ന് ഫുഡില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ലാ എന്ന് പറയുന്നതോടുകൂടി ശൈത്താൻ അവിടെ രംഗപ്രവേശം ചെയ്യാൻ സാധ്യല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ അവിടുന്ന് പഠിപ്പിച്ചു, ബിസ്മി ചൊല്ലാൻ ഒരാൾ മറന്നുപോയാൽ, അല്ലേ നേരത്തെ പറഞ്ഞ ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു, തുടക്കത്തിൽ ബിസ്മി ഒരാൾ മറന്നുപോയാൽ, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിക്കുന്നതായാൽ അള്ളാന്റെ പേരുച്ചരിക്കട്ടെ, തുടക്കത്തിൽ അള്ളാന്റെ നാമം പറയാൻ അവൻ മറന്നുപോയാൽ അള്ളാഹുവിന്റെ നാമത്തിൽ അതിന്റെ ആദ്യത്തിലും അതിന്റെ അന്ത്യത്തിലും എന്ന് അവൻ ഉച്ചരിക്കേണ്ടതുണ്ട്. ശേഷം ഹംദ് പറയണം. ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ച ശേഷം ഹംദ് പറയണം. അൽഹംദുലില്ലാ എന്നെങ്കിലും മിനിമം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദി അൻ യഅകുലൽ അകലത ഫയഹ്മദുഹു അലൈഹാ ഔ യശ്റബ അശ്ശുർബത ഫയഹ്മദുഹു അലൈഹാ. അതേ അല്ലാഹു ഒരടിമയെ തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹ് ഒരടിമയെ തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. എങ്ങനെയാണെങ്കിൽ അൻ യഅകുലൽ അകല, അവനതാ വല്ല ഭക്ഷണവും കഴിക്കുന്നു, ഫയഹ്മദുഹു അലൈഹാ, ആ ഭക്ഷണാനന്തരം അവൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അതല്ലെങ്കിൽ അവൻ വല്ല പാനീയവും കുടിക്കുന്നതായാൽ ഫയഹ്മദുഹു അലൈഹാ, അവനതാ പാനീയം കുടിച്ചതിന്റെ ശേഷം അവൻ ഹംദ് ചൊല്ലുന്നു. അപ്പൊ അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. ബിസ്മില്ല ചൊല്ലുമ്പോഴും ഹംദ് പറയുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ വരേണ്ട ചില വികാരങ്ങളുണ്ട്. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ ഈ ഭക്ഷണം എന്റെ മുമ്പിലേക്ക് ഒരുക്കി തയ്യാറാക്കി തന്നത് എന്റെ റബ്ബാണ്. എന്റെ റബ്ബ് വിചാരിച്ചിട്ടില്ലെങ്കിൽ, എന്റെ റബ്ബിന്റെ ഉദ്ദേശമില്ലെങ്കിൽ, അതേ ലോകത്തതാ ആയിരക്കണക്കിന് ആളുകളതാ ഭക്ഷണം കിട്ടാതെ നരകിക്കുകയാണ്, ഭക്ഷണമില്ലാതെ വിഷമിക്കുകയാണ്, പട്ടിണി കൊണ്ട് മരിച്ചു വീഴുകയാണ്. അതേ ഭക്ഷണം കയ്യിൽ കാണുമ്പോൾ, കയ്യിൽ കിട്ടുമ്പോൾ, മുമ്പിൽ കാണുമ്പോൾ അത് കഴിക്കാൻ അവസരം തന്ന റബ്ബേ നിന്റെ നാമത്തിൽ ബിസ്മില്ലാ, അത് കഴിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഈ ഭക്ഷണം എനിക്കുണ്ടാക്കി തന്നത് എന്റെ ഭാര്യയാണ്, അതല്ലെങ്കിൽ ആരെങ്കിലുമാണ്. അതേ ഈ ഭക്ഷണം എനിക്ക് കഴിക്കാനുള്ള അവസരം എനിക്ക് തന്നത് എന്റെ റബ്ബാണ്. അതേ ഭക്ഷണം ഇറങ്ങിപ്പോയല്ലോ അൽഹംദുലില്ലാ, ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞല്ലോ അൽഹംദുലില്ലാ. എത്രയോ കോടീശ്വരന്മാരും പണക്കാരും ഭക്ഷണത്തിന്റെ മുമ്പിൽ അവരിയ്ക്കുകയാണ്. ഒരൽപ്പം ഭക്ഷണം ചവച്ചിട്ട് കുടലിലേക്ക് ഇറങ്ങുന്നില്ല. അന്നനാളം ബ്ലോക്കായി പോയി. അന്നനാളത്തിലൂടെ ഭക്ഷണം ഇറങ്ങാതെ ട്യൂബിട്ട് കൊണ്ടുവരും ജ്യൂസുകൾ കൊടുത്തുകൊണ്ട് കഴിച്ചു കൂട്ടുന്ന എത്രയോ രോഗികൾ ലോകത്തില്ലേ. അൽഹംദുലില്ലാ, അതേ വെള്ളം എന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയില്ലേ, ഭക്ഷണം ഇറങ്ങിപ്പോയല്ലോ, തൊണ്ടയിൽ കുടുങ്ങാതെ എന്നെ രക്ഷിച്ചല്ലോ, എനിക്ക് ഭക്ഷണം തന്നല്ലോ, അൽഹംദുലില്ലാ. സ്തുതി അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുകയാണ്, മറന്നുപോകാൻ പാടില്ല. അങ്ങനെ സ്തുതി പറയുന്നതിന് പല രൂപത്തിലുള്ള വാചകങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ചുരുങ്ങിയ പദമായ അൽഹംദുലില്ലാ, അതല്ലെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവത്തിൻ. സർവശക്തനായ അല്ലാഹുവിനത്രേ സർവസ്തുതിയും. അതേ എനിക്ക് ഈ ഭക്ഷണം ഭക്ഷിപ്പിച്ച എന്റെ റബ്ബ്, വറസഖനീഹി, ഈ ഭക്ഷണം എനിക്കവൻ നൽകി, മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവത്തിൻ, എന്റേതായ ഒരു ശക്തിയോ എന്റേതായ ഒരു പവറോ ഇല്ലാതെ എന്റെ റബ്ബിന്റെ പ്രത്യേകമായ ഔദാര്യം മുഖേന എന്നെ ഭക്ഷിപ്പിച്ച എന്റെ റബ്ബിന് സർവസ്തുതിയും. അങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹി കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി ഗൈറ മക്ഫിയിൻ വലാ മുബദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബനാ. അല്ലാഹുവേ അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. കസീറൻ തയ്യിബൻ മുബാറക, ധാരാളക്കണക്കിന് ഏറ്റവും നല്ല ധാരാളക്കണക്കിന് അനുഗ്രഹീതമായ എല്ലാ സ്തുതികളും എല്ലാ നിലക്കും എന്റെ റബ്ബിനാണ്. അവനാണ് എനിക്ക് നൽകിയത്, വേണ്ടുവോളം നൽകിയത്, ദാഹം തീർത്തത്, വേണ്ടതെല്ലാം എനിക്ക് നൽകി അനുഗ്രഹിച്ചത്.
എന്നിങ്ങനെ ആരെങ്കിലും അതാ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയെങ്കിലും മൻ അകല തുആമൻ ഫഖാല, ആരെങ്കിലും ഭക്ഷണം കഴിച്ചു എന്നിട്ട് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ എന്ന് പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ കാല ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുന്നു. ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാല് പാപമോചനത്തിന് കാരണമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അൽഹംദുലില്ലാ ഏതാണ്ട് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് കുറച്ചും കൂടി പഠിച്ചു വെക്കണം. വെറും അൽഹംദുലില്ലാ അല്ല, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ, ഇതെന്നെ ഭക്ഷിപ്പിച്ച റബ്ബിനാകുന്നു സർവസ്തുതിയും. വറസഖനീഹി, ഇതെനിക്ക് നൽകിയവനായ എന്റെ റബ്ബിനാണ് സർവസ്തുതിയും. മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവ്വത്തിൻ, ഒരു ശക്തിയും എന്നിൽ നിന്നുള്ള ഒരു പവറും ശക്തിയുമൊന്നുമില്ലാതെ എനിക്കിത് നൽകി അനുഗ്രഹിച്ച എന്റെ റബ്ബിനാകുന്നു സർവസ്തുതിയും. ഇങ്ങനെ ധാരാളം ഹംദിന്റെ വാചകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ നിഷ്പ്രയാസം ലളിതമായി നിർവഹിക്കാവുന്ന ഹംദിന്റെ രീതികളെങ്കിലും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹുവിന് സ്തുതി അർപ്പിക്കുക എന്നത് ഈ അവസരത്തിൽ ഏറ്റവും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്കറിയാം. ഇനി സഹോദരങ്ങളെ, ഇതിന്റെ ബാക്കി മര്യാദകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരങ്ങളിൽ നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ഇൽമ് നാഫിയായ ഇൽമായി തീരണമെങ്കിൽ അറിഞ്ഞ ഇൽമനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്ന പ്രാഥമികമായ തത്വം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാവരും മനസ്സിൽ കൊണ്ട് നടന്നുകൊണ്ട് എന്താണോ പഠിച്ചതെങ്കിൽ അത് ജീവിതത്തിൽ നിത്യപ്രസക്തമാണ്. അത് പ്രയോഗരംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് ആ ഇൽമിനെ ഉപകാരപ്രദമായ ഇൽമാക്കി മാറ്റണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നല്ല കാര്യങ്ങളിൽ ആവേശപൂർവ്വം മുന്നേറുവാനുള്ള കരുത്തും ദീർഘായുസ്സും ആഫിയത്തോടുകൂടി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രോഗികളായി കിടക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് സന്തോഷ വാർത്തകൾ കേട്ടുകൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറയുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.